ലോകത്തിൽ ഒരാൾക്കും ഇനി വിധി കൊടുക്കരുത് ഭഗവാൻ. അത് ആദ്യം ഉണ്ടാകാൻ പാടില്ല. ഒരമ്മക്കും അച്ഛന് മക്കൾക്കും ഇങ്ങനത്തെ ഒരു വിധി. എന്റെ മോൻ വളരെ പാവായി പോയി. ഒരമ്മയുടെ നീറുന്ന വാക്കുകളാണിത്. അത്താണിയായ ഏകമകൻ ജീവിതം പാതി വഴിയിൽ അവസാനിപ്പിച്ചു പോയപ്പോൾ അവർക്കത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഇനി ആ വീട്ടിൽ അവശേഷിക്കുന്നത് വൃദ്ധരായ ഈ ദമ്പതികൾ മാത്രമാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ദീപകിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അച്ഛൻ ചോയിയും അമ്മ കന്യകയും നെഞ്ചുപൊട്ടി കരയുകയായിരുന്നു. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് യുവതി സമൂഹമാധ്യമങ്ങളിലൂടെ വീഡിയോ ദൃശ്യം പ്രചരിപ്പിച്ചതിനെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ യുവതി ഒളിവിലാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യുവതി വിദേശത്തേക്ക് കടന്നുവെന്നാണ് സൂചന. അറസ്റ്റ് ഭയന്നാണ് യുവതിയുടെ ഈ നീക്കം. അതേസമയം സംഭവത്തിൽ ദീപക് യാത്ര ചെയ്തിരുന്ന ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇത് വിശദമായി പരിശോധിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. എന്നാൽ അന്ന് അസ്വാഭാവികമായി ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് ബസ്സിലെ ജീവനക്കാർ പറയുന്നത്. യുവതി അന്ന് പങ്കുവച്ച വീഡിയോയിൽ ഇത് സഹയാത്രികനോട് പറഞ്ഞുവെന്നും ചോദ്യം ചെയ്തതിന് പിന്നാലെ ആദ്യം അയാൾ ഇറങ്ങി ഓടിയെന്നും അടുത്ത വീഡിയോയിൽ അയാൾ വേഗത്തിൽ നടന്നുപോയി എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ അങ്ങനെയുള്ള ഒരു സംഭവവും തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ബസ്സിലെ ജീവനക്കാർ പറയുന്നത്. അങ്ങനെ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുമായിരുന്നുവെന്നും അവർ പറയുന്നു. രാമന്തളി പയ്യന്നൂർ റൂട്ടിലോടുന്ന അൽ അമീൻ ബസ്സിലാണ് സംഭവം നടക്കുന്നത്. തങ്ങൾ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഷിംജിത പറഞ്ഞ രൂപത്തിലുള്ള ദൃശ്യങ്ങൾ ഒന്നും തന്നെ കണ്ടില്ല എന്നും ഇവർ പറയുന്നുണ്ട്. ഷിംജിതയെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്ന് തന്നെയാണ് ദീപകിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. അതേസമയം ഒളിവിൽ പോയ ഷിംജിത മുൻകൂർ ജാമ്യത്തിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്.